കാസർഗോഡ് ജില്ലയിലെ അജാനൂർ, ഉദുമ, പള്ളിക്കര, ചെമ്മനാട് എന്നീ 4 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് 32 സ്ക്വയർ കിലോമീറ്റർ ഉൾപ്പെടുന്നതാണ് ബേക്കൽ ടൂറിസം പദ്ധതി. ഇതിൽ തന്നെ ബേക്കൽ കോട്ടയും ബേക്കൽ ബീച്ചും ചന്ദ്രഗിരി കോട്ടയും കേന്ദ്രീകരിച്ചാണ് വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്നത്. ബേക്കൽ ബീച്ചിൽ മാത്രം 3.5 ലക്ഷത്തിലധികം വിനോദസഞ്ചാരികൾ പ്രതിവർഷം വന്നു പോകുന്നുണ്ടെന്നാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ. ടൂറിസം സാധ്യതകൾ കണക്കിലെടുത്ത് ബേക്കൽ റിസോർട്ട് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന് കീഴിൽ 3 റിസോർട്ടുകളും ബേക്കലിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം കൂടി ഉണ്ടായാൽ ബേക്കലിൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയും. ഈ സാഹചര്യത്തിലാണ് ബേക്കൽ ടൂറിസം പദ്ധതിയോട് ചേർന്ന് കിടക്കുന്ന കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് സർക്കാരിന് BRDC പ്രപ്പോസൽ സമർപ്പിച്ചിരിക്കുന്നത്. BRDC മാനേജർ US പ്രസാദ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് റെയിൽവേ സ്റ്റേഷനും നല്ല സൗകര്യം, അപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂം, കൂടാതെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ കിയോസ്ക് ഇവ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് പ്രൊപ്പോസൽ നമ്മൾ ഗവൺമെൻറ്റിൽ നൽകിയിട്ടുണ്ട്. ഗവൺമെൻറ് അത് കേരള ഗവൺമെൻറ്റുമായിട്ട് ടേക്കപ്പ് ചെയ്യുന്നതാണ് അറിയാൻ പറ്റുന്നത്. നിലവിൽ കണ്ണൂർ എക്സ്പ്രസ്, മലബാർ എക്സ്പ്രസ്, ചെന്നൈ എഗ്മോർ എന്നീ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് മാത്രമാണ് കോട്ടിക്കുളത്ത് സ്റ്റോപ്പുകളുള്ളത്. കൂടുതൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകൾ അനുവദിക്കാനും സർക്കാർ നൽകിയ ശുപാർശയിൽ പറയുന്നുണ്ട്. ശുപാർശ നടപ്പിലായാൽ കാസർഗോഡിൻ്റെ ടൂറിസം രംഗത്തെ വികസനത്തിന് വലിയ കുതിച്ചുചാട്ടമാകും ഉണ്ടാവുക. ഇന്ത്യ വിഷൻ, കാസർഗോഡ്.